ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ മാസങ്ങളായി ആഴ്ചകളായിട്ട് ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മാസങ്ങളോളായി പറയുന്നു. പക്ഷെ അയാളുടെ ജീവിതത്തിലെ മാറ്റം വന്നില്ല എന്ന് അയാൾ പറയുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് അയാളുടെ ഉപബോധ മനസ്സിനറിയാം അയാൾ പറയുന്നത് കള്ളത്തരമാണെന്ന്. അതായത് അയാൾ സമ്പന്നനല്ല, ദരിദ്രൻ തന്നെയാണ്. പക്ഷെ അയാൾ വിഷ്വലൈസ് ചെയ്യുകയാണ്, സമ്പന്നനാണ്, ധനവാനാണെന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ്. പക്ഷെ ഉപബോധ മനസ്സിലെ ശക്തി വളർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് കഴിയുന്നില്ല. അതായത് തൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ താൻ സമ്പന്നനാണ് എന്നുള്ള വാചകം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആ ശക്തി വളർത്തി വലുതാക്കി വരുമ്പോൾ അത് വ്യാജമാണെന്ന് മനസ്സിന്റെ മറുഭാഗം പറയുകയും ചെയ്താൽ അവിടെയാണ് ഫെയിൽഡ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശക്തി മനസ്സിൽ വളർത്തിക്കൊണ്ടുവരാം. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സമ്പത്തിനെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സന്തോഷപൂർവ്വം ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ആ ചിന്തകളിൽ മുഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരും. ഇങ്ങനെ സൃഷ്ടിപരമായ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള സന്ദർഭങ്ങൾ ദൃഢമായിട്ട് കടന്നു വരാനായിട്ട് തുടങ്ങും. ദാരിദ്ര്യത്തെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദാരിദ്ര്യപരമായ ചിന്തയായിരിക്കും. എന്നാൽ സമ്പത്തിനെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും മനസ്സിലെ ഉപബോധ മനസ്സിലെ ചിന്തിച്ച് അത് കൊണ്ടുവരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനസമ്പുഷ്ടത എന്ന ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ആ കടം വീട്ടാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ വാചകം നിങ്ങൾ അവിടെ നിർത്തിവെക്കുക. പകരം നിങ്ങൾ ഇങ്ങനെ പറയുക, രാവും പകലും ഞാൻ എൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഉതകും വിധത്തിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാചകം നിങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ചിന്തകളിൽ മുഴുകുക.